നാല് പേരും ഈ പേടകത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹാച്ച് ക്ലോഷർ നടക്കും. അതാണ് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്. ഹാച്ച് ക്ലോസിംഗ് എന്നാണ് അതിന് പറയുക, ഹാച്ച് ക്ലോസിംഗ്. അത് നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി എല്ലാവരും കൃത്യമായി അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായുള്ള സ്പേസ് സ്യൂട്ടുകളുണ്ട്. ഈ സ്പേസ് സ്യൂട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വെള്ള നിറത്തിലുള്ള ഈ സ്പേസ് സ്യൂട്ട് ഡിസൈൻ ചെയ്തതും ആക്സിം സ്പേസ് ആണ്. അങ്ങനെ വിവിധ ഏജൻസികൾ, ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങൾ എല്ലാവരും ചേർന്നാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ സ്പേസ് സ്യൂട്ട് അണിഞ്ഞ ശേഷം മാത്രമാണ് ഈ ഹാച്ച് ക്ലോസിംഗ് സംഭവിക്കുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് മറ്റൊരു ദൗത്യത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് അവിടെ തുടരുന്ന സംഘത്തിലെ പെട്ടവരാണ്. അവരും ഒപ്പം തന്നെ സ്ലാവോഷനും ഒക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് സ്പേസ് സ്യൂട്ട് അണിഞ്ഞ് ഈ പേടകത്തിനകത്തേക്ക് കൃത്യമായി അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഈ ഹാച്ച് ക്ലോസിംഗ് സംഭവിക്കുക. ഹാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡോർ എന്ന് പറയാം. നേരത്തെ ഹാച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഡോക്ക് ചെയ്യപ്പെട്ടത്. ക്ലോസ് ചെയ്യുകയും വേണം, ആ ഡോർ ക്ലോസ് ചെയ്യുകയും വേണം. അതിനുശേഷം മാത്രമായിരിക്കും ഇതിന്റെ യാത്ര തുടങ്ങുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞു 4:35 ഈ അൺഡോക്കിംഗ് സംഭവിക്കുകയും പിന്നീട് ഈ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്യുക. അതിനൊക്കെ കൃത്യമായ ചില പ്രോസസ്സുകളുണ്ട് എന്ന് തന്നെ പറയാം. കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ 18 ദിവസം പൂർത്തിയാക്കി ഈ സംഘം ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പുതിയ ഏട് എഴുതി ചേർത്താണ് ഈ സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത് എന്നുള്ളത് നമുക്കറിയാം. വെൽക്കം ബാക്ക് പറയാനുള്ള സമയമാണ് ഈ ശുഭാംശുവിനും. ഒപ്പം തന്നെ നമുക്ക് ഈ ഘട്ടത്തിലേക്ക് പോകേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന അടുത്ത പ്രോസസ്സ് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതിൽ എങ്ങനെയാണ് ഇപ്പോൾ ആ പേടകം അവിടെ ISS-ൽ ഡോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ആ ഡോക്ക് ചെയ്യപ്പെട്ട പേടകം അവിടെ നിന്നും അൺഡോക്ക് ചെയ്ത് എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ പ്രോസസ്സിലേക്ക് അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പേടകത്തിന് അകത്തുള്ള ദൃശ്യമാണെങ്കിൽ, പേടകത്തിനകത്തുള്ള തത്സമയ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെങ്കിൽ, പുറത്തുതാ ഈ രീതിയിലാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഈ ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ അല്പസമയം മുൻപ് കണ്ട ആ ദൃശ്യം ഈ പേടകത്തിനകത്തുള്ള ദൃശ്യമാണ്. ഈ പേടകത്തിനകത്താണ് 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുള്ളത്. ഇതാണ് ഇനി തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ, ചിത്രത്തിൽ കാണുന്നത് പോലെ കഴിഞ്ഞ മാസം 26-ാം തീയതി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ ഡോക്ക് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുകയാണ് ഈ പേടകം, ഡ്രാഗൺ പേടകം, ഗ്രേസ് എന്ന പേടകം. ഇതിനകത്തുള്ള ദൃശ്യങ്ങളാണ് തൊട്ട് മുൻപ് പ്രേക്ഷകർ കണ്ടത്. അതിനകത്ത് കൃത്യമായ ഇരിപ്പിടങ്ങളുണ്ട്, 4 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലമുണ്ട്. ആ സ്പേസിലാണ് അവർ ഇരിക്കേണ്ടത്. ഇനി സംഭവിക്കാനുള്ളത് ഈ ഹാച്ച് ക്ലോസിംഗ് ആണ്. ഇതാണ് ഹാച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുകയും ഈ പ്രോസസ്സ് അൺഡോക്കിംഗ് പ്രോസസ്സായി മാറുകയും ചെയ്യണം. ഡോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പേടകം അതിനെ അൺഡോക്ക് ചെയ്യണം, അതിനെ വിടുവിക്കണം. അതാണ് നടക്കാൻ പോകുന്നത്. ആ പ്രോസസ്സിലേക്കാണ് എത്താൻ പോകുന്നത്. വീണ്ടും നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് വരാം. അവിടെ ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമുക്കിവിടെ ശുഭാംശു ശുക്ലയെ കാണാം. കാരണം ഈ മിഷന്റെ പൈലറ്റാണ് ശുഭാംശു ശുക്ല. അതുകൊണ്ട് തന്നെ ഈ മിഷൻ കൃത്യമായി തിരികെ ഭൂമിയിൽ എത്തിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഒരു പൈലറ്റ്, മിഷൻ പൈലറ്റ് എന്ന നിലയിൽ ശുഭാംശുണ്ട് എന്ന് പറയാതെ വയ്യ. അതിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകുന്നുമുണ്ട്. അതിന് മുന്നോടിയായി ചെയ്യേണ്ട ചില ക്രമീകരണങ്ങളുണ്ട്. അത് ആ പേടകത്തിനകത്തുള്ള ആ പാനലിൽ അദ്ദേഹം അത് സെറ്റ് ചെയ്യുകയാണ്. അതൊക്കെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണുവാൻ കഴിയുന്നു. ഡ്രാഗൺ പേടകത്തിന്റെ അകത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. ഗ്രേസ് എന്ന പേരാണ് ഈ പേടകത്തിന് നമ്മുടെ ഈ ടീം, ഈ ദൗത്യ സംഘം നൽകുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആ 4 പേർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് പെഗി വിറ്റ്സൺ എന്ന് പറയുന്ന ഈ മിഷൻ കമാൻഡർ. അവരാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ അമേരിക്കൻ വനിത എന്ന ഖ്യാതിയുള്ള പെഗി വിറ്റ്സൺ. വളരെ പരിചയസമ്പന്നയായ ഒരു ബഹിരാകാശ യാത്രിക കൂടിയാണ്. അവരാണ് ഈ മിഷന്റെ കമാൻഡർ. മാത്രമല്ല ആക്സിം സ്പേസ് എന്ന് പറയുന്ന കമ്പനിയുടെ, അതൊരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അറിയാം. ആ കമ്പനിയുടെ ഒരു ഡയറക്ടർ കൂടിയാണ് പെഗി വിറ്റ്സൺ. ആ പെഗി വിറ്റ്സന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൗത്യ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത്. അത് മാത്രമല്ല കഴിഞ്ഞ 14 ദിവസം
എന്തിനാണ് ഈ ദൗത്യവുമായി ഇവർ മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിൽ എത്തിയതെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിന് ഒരു ഉത്തരമായി 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച ആ 31 രാജ്യങ്ങളിൽ ഇന്ത്യയുണ്ട്, UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, അങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ചേർന്ന ഒരു 31 രാജ്യങ്ങൾ അവർ നിർദ്ദേശിച്ച ചില പരീക്ഷണങ്ങൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ അത് നിർവഹിക്കുകയായിരുന്നു ഈ 4 പേരുടെ ലക്ഷ്യം. അതിനായിട്ട് കൂടിയാണ് ഇവർ കഴിഞ്ഞ 18 ദിവസമായി അവിടെ തങ്ങിയത്. ആദ്യം നിശ്ചയിച്ചത് 14 ദിവസമാണെങ്കിലും പിന്നീട് 4 ദിവസം അധികമായി നൽകുകയായിരുന്നു. നമ്മുടെ ഈ ക്ലോസ് വിഷ്വലിൽ നമുക്ക് ഇപ്പോൾ കാണുന്നത് ശുഭാംശു ശുക്ലയാണ്. ഇന്ത്യക്കാരനായ, ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല, ദ മിഷൻ പൈലറ്റ്. അദ്ദേഹമാണ് ഈ മിഷന്റെ പൈലറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ യാത്ര പുറപ്പെടുന്ന തൊട്ട് മുൻപായി സ്വീകരിക്കേണ്ട ചില ക്രമീകരണങ്ങൾ അത് സെറ്റ് ചെയ്യുന്ന തിരക്കിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. ഏറ്റവും ആദ്യം പേടകത്തിനകത്തേക്ക് പ്രവേശിച്ചതും ശുഭാംശു ശുക്ലയാണ്. അതിനുശേഷമാണ് മറ്റുള്ളവർ ഈ പേടകത്തിനകത്തേക്ക് കയറിയത്. ഈ ദൃശ്യത്തിൽ ഇപ്പോഴും നമുക്ക് കാണാം, ഇതിനകത്ത് ഇപ്പോഴും അവിടെ മറ്റുള്ള യാത്രികരെ തയ്യാറാക്കുന്ന പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനായി അത് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ലബോഷും അതോടൊപ്പം തന്നെ ടിബോർ കാപ്പും ഒക്കെയാണ്. മാത്രമല്ല, നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. അത് 24 അടക്കമുള്ള മാധ്യമങ്ങൾ ലോകത്തെ അറിയിച്ചതുമാണ്. അതിൽ നമ്മൾ കണ്ടതാണ് എക്സ്പെഡീഷൻ 73 എന്ന് പറയുന്ന ഏപ്രിൽ മുതൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തുടരുന്ന ഒരു ദൗത്യ സംഘമുണ്ട്. 7 പേരടങ്ങുന്ന സംഘം. അവർ കൂടി ഈ ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദൗത്യത്തിൽ ഭാഗമായ ജോണി കിം എന്ന് പറയുന്ന ഒരു ആസ്ട്രോണറ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് ഭൂമിയിൽ മാത്രമല്ല, മനുഷ്യരുടെ ആ മാനവീയത എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ പരസ്പര സഹകരണം, അത് ബഹിരാകാശത്ത് കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പല ദേശങ്ങളിലുള്ള, പല രാജ്യങ്ങളിൽ നിന്നുള്ള സയന്റിസ്റ്റുകൾ അവരാണ് ഒരൊറ്റ ലക്ഷ്യം എന്ന രീതിയിൽ ബഹിരാകാശ നിലയത്തിലെത്തുകയും ഈ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തത്. ഏറ്റവും സുപ്രധാനമായ കാര്യം, 7 പരീക്ഷണങ്ങൾ അതിന് നേതൃത്വം നൽകിയത് ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ലയെ ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കിയത് ISRO ആണെന്ന് നമുക്കറിയാം. 550 കോടി രൂപയിലധികം ചെലവഴിച്ചാണ് ശുഭാംശുവിനെ ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കുന്നത്. അങ്ങനെ സർക്കാർ ചെലവിൽ സംഭവിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ ഈ രീതിയിലുള്ള ഒരു സ്വകാര്യ ദൗത്യമാണെന്ന് പറയാം, അല്ലെങ്കിൽ സർക്കാർ സ്വകാര്യ സഹകരണത്തോടു കൂടിയുള്ള ഒരു ദൗത്യമാണ് ആക്സിയം 4 ദൗത്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാത്രവുമല്ല, നമുക്ക് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. അത് ഗഗൻയാൻ എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യരെ ഈ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ. ഒരുപക്ഷെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായി ഇപ്പോൾ ഗഗൻയാൻ മാറിയിട്ടുണ്ട്. ആ ഗഗൻയാനിലേക്ക് 4 പേരെ ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ശുഭാംശു ശുക്ല. അതുകൊണ്ട് തന്നെ ഈ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശവുമായി പരിചയപ്പെടുക, അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ കടന്നു പോവുക, എന്തൊക്കെയാണ് ഘട്ടങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക, അങ്ങനെ അതിലൊരു പരിചയസമ്പന്നത നേടുക എന്നൊരു ഉദ്ദേശം കൂടി ISROയ്ക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ആക്സിയം സ്പേസുമായി സഹകരിച്ച് ഈ രീതിയിൽ ശുഭാംശു ശുക്ലയെ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തത്. നമുക്കൊന്നുകൂടി നോക്കാം ആരൊക്കെയാണ് ഈ ദൗത്യത്തിൽ പ്രധാനമായും ഉള്ളത്, അവരുടെ പ്രധാനപ്പെട്ട പ്രൊഫൈൽ എന്താണ്, അവർക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൂടി ഈ ഘട്ടത്തിൽ പോകുന്നത് വളരെ കൗതുകമുള്ളതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. ആ ദൃശ്യങ്ങളിൽ പേടകത്തിനകത്തുള്ള ഡ്രാഗൺ പേടകത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതെങ്കിൽ അതിന് പുറത്ത് ഇതാ ഈ പറയുന്നത് പോലെ, എനിക്ക് പിറകിൽ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പേടകം ഈ രീതിയിൽ നിൽക്കുകയാണ്, ഡോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ക്ലോസറിന് ശേഷം പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അൺഡോക്കിംഗ് പ്രോസസ്സാണ്. അത് നേരത്തെ പറഞ്ഞു, മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ല നമുക്കിവിടെ നേരത്തെ അറിയാം. അദ്ദേഹം ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ്. ഈ മിഷന്റെ പൈലറ്റാണ് ശുഭാംശു ശുക്ല. മാത്രമല്ല ഏറെ പരിചയസമ്പന്നനായ ഒരു പൈലറ്റ് കൂടിയാണ്, മിഷൻ പൈലറ്റ് കൂടിയാണ് ശുഭാംശു ശുക്ല. നിരവധി പ്രധാനപ്പെട്ട ഈ യുദ്ധ ഫ്ലൈറ്റുകൾ പറത്തി പരിചയമുള്ള ഒരു ഫൈറ്റർ പൈലറ്റ് കൂടിയാണ് ശുഭാംശു ശുക്ല. ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റാണ്. ഗഗൻയാൻ ദൗത്യത്തിലെ അംഗം കൂടിയാണെന്ന കാര്യം നേരത്തെ പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ മിഷൻ കമാൻഡർ പെഗി വിൽസന്റെ ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് കൂടി വളരെ പെട്ടെന്ന് നോക്കാം. പെഗി വിൽസൺ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പരിചയസമ്പന്നരായ വളരെ കുറച്ചു മാത്രം ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് പെഗി വിൽസൺ. എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്നുകൂടി വളരെ പെട്ടെന്ന് നോക്കാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവിട്ട അമേരിക്കൻ വനിതയാണ്. 665 ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 ദിവസം കൂടി അഡീഷണൽ വരുമ്പോഴത്തേക്കും അത് ഏതാണ്ട് 670 മുകളിലേക്ക് വരികയും ചെയ്യും. അതൊന്നാണ് പെഗി വിൽസന്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്
ഇതാ ഈ പേര് ഞാനിവിടെ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു. സുനിത വില്യംസ് ആരാണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ വംശജയാണ്, അമേരിക്കൻ പൗരയാണെങ്കിൽ കൂടി ഇന്ത്യൻ വംശജയാണ്. അവരാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഇപ്പോൾ പെഗി വിൽസൺ അവരെക്കാൾ കൂടുതൽ പരിചയസമ്പന്നയുള്ള ഒരാളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കണക്ക് ഇവിടെ സൂചിപ്പിച്ചത്. ഇതാണ് മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്ലവോഷ് ഉസ്നാൻസ്കി വിസ്നോവ്സ്കി എന്ന് പറയുന്ന പോളണ്ടുകാരൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ബേസിക്കലി എഞ്ചിനീയർ ആണെങ്കിൽ കൂടി സ്പേസ് ഏജൻസിയെ പ്രതിനിധീകരിച്ച് ആക്സിയം 4 ദൗത്യത്തിൽ പങ്കെടുക്കുന്നയാളാണ്. നേരത്തെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. 41 വർഷങ്ങൾക്ക് മുമ്പ് രാകേഷ് ശർമ്മയാണ് ആദ്യമായി ബഹിരാകാശ നിലയത്തിൽ അല്ലെങ്കിൽ ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ എന്ന ഖ്യാതിയുള്ളത്. എന്നാൽ അതിന് പിന്നീട് 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തിയത്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാംശു. അതേപോലെ പോളണ്ടിൽ നിന്നും നോക്കുക, 1978 ശേഷം പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികനാണ് സ്ലാവോഷ് ഉസ്നാൻസ്കി വിസ്നിവ്സ്കി എന്ന് പറയുന്ന ഈ ബഹിരാകാശ യാത്രികൻ. ബേസിക്കലി അദ്ദേഹം പോളണ്ടിലുള്ള എഞ്ചിനീയർ ആണ്, പക്ഷേ ഈ ദൗത്യത്തിന്റെ ഭാഗമാകിയായിരുന്നു. അങ്ങനെ പോളണ്ടിനും അഭിമാനിക്കാനുള്ള വകയാണ്. 1978 ഏറ്റവും അവസാനം പോളണ്ടിൽ നിന്നും ഒരാൾ ബഹിരാകാശത്തെത്തിയത്. മാത്രമല്ല, ആദ്യമായി ബഹിരാകാശ നിലയത്തിലെത്തുന്ന പോളണ്ടുകാരൻ ആര് എന്ന ചോദ്യം വരികയാണെങ്കിൽ അതിനുത്തരം ഇനി സ്ലാവോഷ് ഉസ്നാൻസ്കി വിസ്നിവ്സ്കി ആയിരിക്കും. ഇനി ഒരാൾ കൂടി മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ടിബോർ കാപ്പു ആണ്. അദ്ദേഹം ഹംഗറിക്കാരനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ദൗത്യ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള എഞ്ചിനീയറാണ്. അദ്ദേഹവും ഈ സംഘത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റായി വർക്ക് ചെയ്യുകയാണ്. 1980 ശേഷം ഹംഗറിയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ യാത്രികനാണ് ടിബോർ കാപ്പു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും പ്രത്യേകതകളുണ്ട്. ആദ്യമായി ബഹിരാകാശ നിലയത്തിലെത്തുന്ന ISS-ലെത്തുന്ന ഹംഗറിക്കാരനാര് എന്ന ചോദ്യത്തിന് ഇനിയുള്ള ഉത്തരം ടിബോർ കാപ്പു ആയിരിക്കും. ഇങ്ങനെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദൗത്യമായി ഈ ആക്സിയം സ്പേസിന്റെ ആക്സിയം 4 മാറിയിട്ടുണ്ട്. ഇനിതാ ഈ പേര് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് വലിയ ദൗത്യങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു മലയാളി സ്പർശം ഉണ്ടാകും. ഇതിന്റെ ഈ മിഷന്റെ ബാക്കപ്പ് പൈലറ്റായി ഉള്ളത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാടുകാരനാണ്. മാത്രമല്ല, എന്താണ് ഈ ബാക്കപ്പ് പൈലറ്റ്? ഒരുപക്ഷെ അദ്ദേഹം ഈ ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ കൂടി ശുഭാംശു ശുക്ലയ്ക്ക് എന്തെങ്കിലും അവസാന ഘട്ടത്തിൽ പോകാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പോകാനുള്ള ഒരു ബാക്കപ്പ് പൈലറ്റിനെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ശുഭാംശു ഏതൊക്കെ പരിശീലനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ അതെല്ലാം കടന്നിട്ടാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ഇത്രയും നാൾ അവിടെ അമേരിക്കയിൽ തുടർന്നത്. അതൊരു പ്രത്യേകതയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടിയുണ്ട്. അദ്ദേഹം ഗഗൻയാൻ ടീമിലെ ഒരു മെമ്പർ കൂടിയാണ്. പാലക്കാട് തിരുവഴിയാട് സ്വദേശിയാണ് ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതാണ് ഇന്ന് പറയാം. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് അല്പ സമയം കഴിഞ്ഞ് വരാം. ഇവിടെയാണ് നമ്മൾ ഈ കാണുന്നത് പോലെ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു പ്രത്യേക ഭ്രമണപഥത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇപ്പോഴും ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഭൂമിയിൽ നിന്നും 420 കിലോമീറ്റർ അകലെയുള്ള ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട